ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ കറിയും അപ്പവുമാണ്. ഇപ്പം സമയം 10 മണിയാകാറായി കേട്ടോ. ഇച്ചിരി ലേറ്റായിപ്പോയി, കാരണം കൊച്ച് പള്ളിയിൽ പോയിക്കുമായിരുന്നു, പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പം അവൻ രാവിലെ ചായ കുടിച്ചിട്ട് പോയതാണ്. അന്നേരം ഓർത്ത് വരുമ്പം ഇച്ചിരി ചിക്കൻ കറിയൊക്കെ വെക്കാമെന്ന്. പക്ഷേ ഞാൻ ഇച്ചിരി തിരക്കായി പോയി, അതുകൊണ്ട് ഇച്ചിരി താമസിച്ചു. ഇപ്പോൾ ചെറുതായിട്ട് ഇച്ചിരി വയറൊക്കെ നിറച്ചിട്ട് അവിടെ അപ്പുറത്ത് പോയി ഇരിപ്പുണ്ട്. അപ്പോൾ ഇതേണ്ടേ നമുക്ക് ചിക്കൻ കറി വെക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് സവോള ഇട്ടു, കടുക് ഇട്ടു, ഇച്ചിരി ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വെളുത്തുള്ളി, പിന്നെന്താ ഇട്ടിരിക്കുന്നത്, ഇഞ്ചി, കറിവേപ്പില, വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയുണ്ട്. നന്നായിട്ട് വഴണ്ട് വരട്ടെ കേട്ടോ. വഴണ്ട് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പം ഇത് അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നു. ഇത് ഇച്ചിരി കൂടി ഒന്ന് നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഇന്നലെ ഞാനിത് വീട്ടിൽ വെച്ച് കഴിഞ്ഞപ്പം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഓർത്തു ഇന്ന് ഇത് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എരിവ് കുറച്ചാട്ടോ വെക്കുന്നത്. പിള്ളേരുള്ളതുകൊണ്ട് അവർക്ക് കഴിക്കണമല്ലോ. നമ്മുടെ എരിവിനനുസരിച്ച് അവർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എരിവ് കുറച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതവിടെ ഇരുന്ന് വരണ്ട് വരട്ടെ. പിന്നെ ഗൈസ്, ഇതുണ്ടോ മാങ്ങാപ്പഴം. പഴമായില്ല, ചെനച്ച് വരുന്നതേ ഉള്ളൂ. അപ്പം ഇത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. ഞാനിത് ഇന്നലെ വൈകിട്ട് കുറച്ച് കഴിച്ചു, ഇപ്പം കുറച്ച് കഴിച്ചു, അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. കഴിച്ചിതേ ഇത്രയായി. നമ്മുടെ അപ്പത്തിനുള്ള മാവ് ഇതേണ്ട ഇവിടെ പുളിച്ച് വന്നിട്ടുണ്ട്. ഇവനെ നമുക്ക് ഒന്ന് ഇതാക്കി എടുക്കണം. എന്താ, ഇവനെ അങ്ങോട്ട് സെറ്റാക്കി എടുക്കണം. നല്ല വെയിലാണ് കേട്ടോ. വെയിലായി തുടങ്ങി ഉണ്ടോ. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മുടെ വിറകെല്ലാം ഇതേ നമ്മളെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഞങ്ങളെ എന്താ അകത്തിടാത്തേ, ഞങ്ങളെ എന്താ വെട്ടി ഉറുക്കി അകത്തിടാത്തേ എന്നൊക്കെ ചോദിച്ചിരിപ്പുണ്ട്. സമയമാകട്ടെ, ചേട്ടായി വരുമ്പോൾ ഞാനിത് ഇവന്മാരെ എല്ലാം ചേട്ടായിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും കേട്ടോ. ഇതെല്ലാം എന്നെക്കൊണ്ട് പറ്റില്ല. ഈ വിറകെല്ലാം ഇത് വലിയ തടിയാണ്. അതൊക്കെ ചേട്ടായി വേണം ചെയ്യാനായിട്ട്. എന്നെക്കൊണ്ട് പറ്റില്ല. കത്തിക്ക് വെട്ട് പാടാം. പിന്നെ ഉണ്ടല്ലോ ഗൈസ്, ഒരു വിഷമമുണ്ട്. നമ്മുടെ മുല്ലമൊട്ട് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒത്തിരി ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു മഴ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ അവസ്ഥയാണ് കേട്ടോ. ഇത് ഫുള്ള് കരിഞ്ഞു പോയി. അതെന്നാ പറ്റിയതെന്നറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെയായിരുന്നു ഉണ്ടായിട്ട് ഇങ്ങനെ പോയി. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് നിറച്ച് മുല്ലപ്പൂവായിരുന്നേ. ഇപ്പം അതുപോലെ തന്നെ അവസ്ഥ. പിന്നെ നമ്മുടെ റോഡിൻ്റെ ഇതുണ്ടോ, അവിടുത്തെ പള്ളയെല്ലാം ചെത്തിക്കളയും കേട്ടോ. ചെടിയെല്ലാം കളഞ്ഞു, വെട്ടി നുറുക്കി കളഞ്ഞു. രാവിലെ മിറ്റോടിയെല്ലാം കഴിഞ്ഞു. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇവനുണ്ട്, ഇവനെ ഒന്ന് നട്ടുപിടുക്കണം. പിന്നെ ഇതേണ്ടേ നമ്മുടെ സുന്ദരിക്കുട്ടിയും കിടക്കുന്നു. ഞാനിന്ന് മിക്കീനെ ഒത്തിരി ദിവസം കൂടി ഒന്ന് അയച്ചു വിട്ടു. പക്ഷെ മിക്കി എന്ത് ചെയ്താൽ പോത്തില്ല. മിക്കിയാണെങ്കിൽ പപ്പീനെ നോക്കി വെയിറ്റ് ചെയ്യുക, അല്ലേ പപ്പി? അങ്ങനെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഒരു വീട്ടിൽ പട്ടിക്കുഞ്ഞിനെ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പട്ടിക്കുഞ്ഞിനെ എനിക്ക് കുഴപ്പമില്ല, കണ്ടിട്ട് 2500 പട്ടിക്കുഞ്ഞിന് അവർ ചോദിക്കുന്നത്. ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടുക കേട്ടോ. ഫീമെയിലാണുള്ളത്, ഒരു ഫീമെയിലേ ഉള്ളൂ. അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വന്ന് ചോദിക്കുക കേട്ടോ. കമൻ്റ് ഇടുക, തരുന്നതായിരിക്കും. ഈ ആശനെ നമ്മൾ മനസ്സിലായോ? നമ്മുടെ തുമ്പപ്പൂ. അപ്പോൾ എന്തായി കറിയെന്ന് നോക്കട്ടെ. അപ്പോൾ ഇതേണ്ടേ നമ്മുടെ കറി ഇവിടെ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒത്തിരി അങ്ങ് വഴട്ടുകയില്ല, ഒത്തിരി വഴട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത്യാവശ്യം ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. വിശക്കുന്നുണ്ട്. ഞാൻ രാവിലെ 2 ബ്രെഡ് ഒരു ചായയൊക്കെ കുടിച്ചായിരുന്നു.
ഗൈസ്, ഞാൻ വണ്ണം വെച്ച് പോവുകയാണ്. എനിക്കറിയത്തില്ല ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. എന്തേലും ആർക്കേലും ഒരു പോംവഴി പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ? എനിക്ക് PCOD ഇഷ്യൂ ഉണ്ട്. ഞാൻ കുറേ മെഡിസിൻ കഴിച്ചു. ഇനി എനിക്ക് വയ്യ കഴിക്കാൻ. കാരണം ആ ഗുളികയൊക്കെ ഒത്തിരി കഴിക്കാൻ കൊള്ളില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അപ്പം ഇതേണ്ടേ നമ്മുടേത്. ഞാൻ മസാലപ്പൊടികളെല്ലാം എടുക്കട്ടെ. മസാലപ്പൊടികളെല്ലാം എടുക്കട്ടെ കേട്ടോ. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ. അപ്പം ഇതേ ഞാനിതിലേക്ക് നമ്മുടെ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കാശ്മീരി ചില്ലി ഞാൻ അളവൊന്നും പറയുന്നില്ല, അത്രേ ഇടുന്നുള്ളൂ, 2 ടീസ്പൂൺ. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ഇടുവാണ് കേട്ടോ. ചിക്കൻ മസാല ഒരു 3 2. പിന്നെ വേണ്ടത് നമുക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു. പിന്നെ വേണ്ടത് നമ്മുടെ ഗരം മസാലയാണ്. ഗരം മസാല ഞാൻ വീട്ടിൽ പൊടിച്ചാണ് കേട്ടോ. അവനെയും അങ്ങോട്ട് തട്ടി. ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഞാൻ എൻ്റെ കയ്യിലാണ് കേട്ടോ ഫോൺ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പോകുന്നത്. സോറി, ക്ഷമിക്കുക. കുരുമുളക് പൊടി ഇത്തിരി വേണ്ട, ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് 1 മിനിറ്റ് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയെ നമ്മൾ ഇട്ട് തട്ടിക്കൊടുത്തു. ഞാനിവിടെ അളവൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ എൻ്റെ ഒരു അളവനുസരിച്ചാണ് ഞാനിവിടെ ഇടുന്നത്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അവിടെ അപ്പുറത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുത്തൽ വരുന്നുണ്ട് മുളക് പൊടിയുടെയൊക്കെ. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ചു. അങ്ങനെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പ് ഞാൻ ഇട്ടതാണ് കേട്ടോ, പിന്നെ ലാസ്റ്റേ നോക്കുന്നുള്ളൂ. ഒക്കെ ഇട്ടതാണ്. മസാല കാണുമ്പം തന്നെ നിങ്ങൾക്ക് കൊതി വരുന്നുണ്ടോ? ഇല്ലെന്ന് എനിക്കറിയാം. ഇതെന്നാ ചിക്കൻ കറിയാണെന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നത്. ഇതൊരു വെറൈറ്റി ചിക്കൻ കറിയാണ് കേട്ടോ. ഇങ്ങനെ തന്നെയല്ലേ എല്ലാവരും വെക്കാറ് അല്ലേ? അപ്പം അതൊന്ന് നന്നായിട്ട് സെറ്റാവട്ടെ കേട്ടോ. ഇത് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ വീണ്ടും ആ വെള്ളം ഒന്ന് ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഗ്രേവി വേണം. കൊച്ചിന് ഗ്രേവി ഇല്ലാതെ പറ്റില്ല. അപ്പം നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി കറിയുടെ പാകത്തിനുള്ള വെള്ളമാണ് കേട്ടോ. എന്തേലും ഗ്രേവി വേണോ അതനുസരിച്ചുള്ളത് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഓക്കെ. കൊഴുപ്പുണ്ട്, ഉണ്ടോ? നല്ല കൊഴുപ്പുണ്ട്. അവനിപ്പം ഗ്രേവിയോടാണ് കേട്ടോ താല്പര്യം. നേരത്തെ അവൻ ഗ്രേവി കൂട്ടുകയില്ലായിരുന്നു. ഏകദേശം സെറ്റായിട്ടാണ്. ഈ ചിക്കനകത്തു നിന്നുള്ള ആ വെള്ളം കൂടെ ഇറങ്ങിക്കഴിയുമ്പം ഓക്കെ ആവും.
അപ്പോൾ ഇനി നമുക്ക് തിളക്കട്ടെ. തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതേണ്ട ഗൈസ്, നമ്മൾ ഗ്രേവി എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറവായിരുന്നു കേട്ടോ, ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ടേ ചിക്കൻ പീസിനെ ഓരോന്ന് തട്ടാം. ആദ്യം നമ്മുടെ കോഴിക്കാൽ ഇട്ട് കൊടുക്കാം. കോഴിക്കാൽ വേണ്ടേ മുറിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ പീസ് എല്ലാം ഇട്ട് കൊടുത്തു. ഇനി ഇവന്മാർ ഇതിനകത്ത് കിടന്നൊന്ന് വെന്ത് പറ്റും അല്ലേ, വെന്ത് സെറ്റാവട്ടെ. അതുവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി അപ്പം ഉണ്ടാക്കണം. വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പം അവരവിടെ ഇരുന്ന് സെറ്റാവട്ടെ. ഇനി നമുക്കപ്പോൾ അപ്പം ഉണ്ടാക്കാം അല്ലേ. അപ്പത്തിന് ചാട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇവിടെ ഇരുന്നുകൊണ്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പം നമുക്ക് അപ്പം ഉണ്ടാക്കാം. നല്ല വെയിലാണ് ഗൈസ് പുറത്ത്. നോക്കൂ, നിങ്ങൾ നോക്കൂ. രാവിലെ അലക്കി ഇട്ടു കേട്ടോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇതുണ്ട് ഇവിടെ ഒരു സാധനം വന്നിരിക്കുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുള്ളതാണ് കേട്ടോ. ചെല്ല് മറ്റേ ജനലിലിരിക്കുവാണ് കേട്ടോ. അപ്പം നമുക്ക് അപ്പം ഉണ്ടാക്കാം. ഞാൻ കുഞ്ഞു 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 അപ്പമാണ് ഉണ്ടാക്കുന്നത്. കുഞ്ഞ് സ്മോൾ അപ്പം. അതാകുമ്പോൾ പെട്ടെന്ന് കഴിച്ചോളും. സ്മോൾ അപ്പം സ്മോൾ അപ്പം ഉണ്ടാക്കി കഴിയുമ്പം അവനതങ്ങ് കഴിച്ചോളും. വാരിയും കൊടുക്കണ്ട. നമ്മളായിട്ട് ഓരോന്ന് ശീലിപ്പിക്കുന്നതല്ലേ. പരത്തൊന്നൊന്നുമില്ല കേട്ടോ. ഇതാകുമ്പം ഗ്യാസ് ലാഭമുണ്ട്, എല്ലാം കൊണ്ടും ലാഭമാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ടും ലാഭമാണ്. നമുക്കിതിനെ മൂടി വെക്കാം. മൂടി വെച്ചു. അവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോൾ ഗൈസ്, നമ്മുടെ അപ്പം ദേ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് മറിച്ച് കൊടുത്തേക്കാം. ഉണ്ടാ അങ്ങനെ അപ്പം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചുടാം. ഓക്കെ, കുഞ്ഞു കുഞ്ഞപ്പം നിങ്ങളെ വീട്ടിൽ പിള്ളേർക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞപ്പം ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അവർക്ക് കഴിക്കാൻ എളുപ്പമാണ്, അവർക്ക് ഇഷ്ടപ്പെടും. ഞാനിതൊന്ന് എടുക്കട്ടെ. ഒരു കൈ കൊണ്ട് പറ്റില്ല, ഞാനൊന്ന് എടുക്കട്ടെ. ഇതാ പൂക്കളം ഇട്ടു. എങ്ങനെയുണ്ട് ഗൈസ്? അപ്പം ഇതേണ്ട നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതേ സെറ്റായിട്ടുണ്ട്. ഇതേ എനിക്കുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതേ ബാക്കി 3 അപ്പം ഞാൻ തന്നെ കഴിക്കേണ്ടി വരുമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു, അറിയത്തില്ല. കിച്ചൂസിനുള്ള അപ്പം ഞാനിതെൻ്റെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ അപ്പം എടുത്ത് വെച്ചു. ഇതിലേക്ക് ഇനി ഞാൻ കറി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പം ഇതേ നമ്മുടെ കിച്ചുക്കുട്ടനുള്ള കറിയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ അങ്ങോട്ട് ഒന്ന് കൊടുക്കട്ടെ. ഓക്കെ, ചിക്കൻ കാൽ ഇച്ചിരി കൂടെ വേകാനുണ്ട്. ഇത് വെന്തതാ. കഴിച്ചോ? എങ്ങനെയുണ്ട് കറി? കൊള്ളാവോ എന്നൊക്കെ ഒന്ന് പറഞ്ഞേ. ഇച്ചിരി ഗ്രേവിയൊക്കെ നോക്കിയിട്ട്. പെട്ടെന്ന് വേണം, പറയൂ ചേട്ടാ. അങ്ങനെയാണോ കഴിക്കുന്നേ? എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? ഇന്നല്ലോ ഇത് അപ്പായി പറയുന്ന ഡയലോഗാണല്ലോ. എങ്ങനെയുണ്ട്? കൊള്ളത്തില്ല? സൂപ്പറാണോ? ചിക്കൻ കാല് വേകട്ടെ, ഞാൻ തരാം, ചായ തരാം. ഓക്കെ, അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കും കേട്ടോ. അപ്പോൾ ശരി ഗൈസ്, ഇത്രയും ഉണ്ടായിരുന്നുള്ളൊരു ചുമ്മാ ഒരു
വ്ളോഗായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കിച്ചുകുട്ടൻ പറ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കി പറഞ്ഞേ. ആ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ശരി ഗൈസ്, ഓക്കെ ബൈ. അവൻ കഴിക്കട്ടെ.